ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫോഗ് ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്താലോ? സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഫോഗ് ലൈറ്റ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെമ്മിൻ്റെ ബോൾട്ടിൽ തന്നെയാണ് ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാമ്പ് ഞാൻ രണ്ട് സൈഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഫോഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലൈറ്റ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലത്തെ ഒരു കൂളിംഗ് ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വെച്ച് ചെയ്തിട്ട് തന്നെ നല്ല അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ നമുക്കിത് ആ ക്ലാമ്പിലോട്ട് സെറ്റ് ചെയ്യാം. ഇതേപോലെ ചെറിയൊരു എല്ലങ്കി ടൈപ്പാണ് കേട്ടോ അതിന് ബോൾട്ട് വരുന്നത്. അതിൽ തന്നെ എല്ലങ്കി അടക്കം അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഈ മുകളിലും അതുപോലെ തന്നെ താഴത്തുമായിട്ട് രണ്ട് എലങ്കിയാണ് വരുന്നത്. ആ രണ്ട് എലങ്കി നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതാണ് കേട്ടോ സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് ഈ ബാറിൻ്റെ ഈ സൈഡായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ സ്വിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വയർ അത്യാവശ്യം നല്ല നീളമുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങനെ മടക്കി ഇതിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കേണ്ടതുകൊണ്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഒഴിച്ച് ഹെഡ് ഒന്ന് അഴിക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഗ്നീഷ്യത്തിൻ്റെ ഔട്ടിൽ നിന്നാണ് സ്വിച്ചിലോട്ടുള്ള കണക്ഷൻ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം വെച്ച സ്വിച്ച് നമുക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരു വയറിലോട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ ഇത് പുതിയത് ഇപ്പോൾ മേടിച്ചതാണ്. നമുക്കിത് വണ്ടിയിൽ സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ പഴയ സ്വിച്ച് മാറ്റിയിട്ട് പുതിയ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വയറിങ്ങിൻ്റെ കണക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ വയറിങ്ങിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വയറിങ് കണക്ഷൻ സിമ്പിളാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് കളർ കോഡ് നോക്കി കൊടുത്താൽ മതി. അതായത് നമ്മുടെ ഫോഗ് ലൈറ്റിൻ്റെ രണ്ട് റെഡും സ്വിച്ചിൽ നിന്ന് വരുന്ന റെഡും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ യെല്ലോ കണക്ട് ചെയ്യുക. അത് സ്വിച്ചിൽ നിന്ന് വരുന്നത് നമുക്ക് ഇഗ്നീഷ്യത്തിൻ്റെ പോസിറ്റീവിൽ കൊടുക്കുക. അത് നെഗറ്റീവ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവ്, ഞാനിപ്പോൾ കൊടുത്തേക്കണ ഇൻഡിക്കേറ്ററിൻ്റെ നെഗറ്റീവിലാണ്. ഇത്രയേ ഉള്ളൂ വയറിങ് സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. വൈറ്റ് യെല്ലോ ഓക്കെ. അപ്പോൾ വയറിങ് സെറ്റായിട്ടുണ്ട്. നമ്മുടെ സ്വിച്ച് വർക്കിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് മൊത്തം ക്ലോസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈറ്റിൻ്റെ പൊസിഷൻ ചിലപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാവും. നമ്മൾ ലൈറ്റ് നോക്കിയിട്ട് ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ അപ്പ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ പവർ കേട്ടോ.